ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ്. ഇത് ചപ്പാത്തിക്ക് നാനിനൊക്കെ പറ്റിയൊരു കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഒനിയൻ ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടേബിൾ സ്പൂൺ, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, വലിയൊരു കഷ്ണം കറുവപ്പട്ട, 2 ടീസ്പൂൺ കുരുമുളക്, 6 ഗ്രാമ്പൂ, മല്ലിയില ആവശ്യത്തിന്, തിൻ കോക്കനട്ട് മിൽക്ക് 1 കപ്പ്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പൂവും കുരുമുളകും ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇടാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം മാറുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് വഴന്നു കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവോള വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇടാം. പൊടികളിലെ പച്ചമണം മാറുന്നേരം വരെ ഇളക്കി കൊടുക്കാം. പൊടികളിലെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇനി ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് തിൻ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. നമുക്കൊരു കുഴമ്പ് പരുവത്തിലാണ് ഇത് വാങ്ങേണ്ടത്. വെള്ളം വെച്ച് വെക്കണം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.